നിയോഗത്താലി ഭാഗം 42. ഞാൻ തുറക്കാം. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഹാളിലിരിക്കുന്നവരെ നോക്കി മനു എഴുന്നേറ്റു. രാവിലെ മൈഥിലി വരുന്നത് കൊണ്ട് തന്നെ ഇന്നലെ ആരും സ്വന്തം വീട്ടിലേക്ക് പോയില്ല. ഫ്ലാറ്റിൽ തന്നെ കഴിച്ചുകൂട്ടി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് 4 പേരും ഹാളിലിരിക്കുവാണ്. ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനും മുഷിഞ്ഞതലക്കാനുമൊക്കെയുള്ള കാരണം സച്ചു ബിസിയാണ്. അലക്കാനുള്ളത് മെഷീനിലിട്ട ശേഷം ഉച്ചക്കത്തേക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിൽ കിച്ചണിലാണവൾ. ഡോർ ബെൽ ശബ്ദം കേട്ടപ്പോൾ സച്ചുവും കിച്ചണിൽ നിന്ന് എത്തി നോക്കി. മനു ഡോർ തുറക്കുന്നതും അതീവ ടെൻഷനോടെ മൈഥിലി ചുറ്റും നോക്കി ഉള്ളിലേക്ക് കടന്നു വരുന്നതും കാണെ സച്ചു വീണ്ടും കിച്ചണിലേക്ക് വലിഞ്ഞു. ഉള്ളിലേക്ക് കയറി വരുമ്പോൾ മൈഥിലിയുടെ കാലുകൾ കിടുകിട വിറച്ചു. എന്ത് ധൈര്യത്തിലാണ് അന്യപുരുഷൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നതെന്ന് അവൾക്ക് ഇപ്പോഴും നിശ്ചയമില്ല. പക്ഷേ തന്നെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന ഭയം അത് ആരോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ടെൻഷൻ കാരണം മരിച്ചു പോകുമെന്ന് പോലും അവൾക്ക് തോന്നി. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അഭി വിളിച്ചപ്പോൾ മുന്നും പിന്നും നോക്കാതെ അവൾ ഇങ്ങോട്ട് വന്നത്. തല ഉയർത്താതെ അഭിയുടെ കാലടികൾ പിന്തുടർന്നു വന്നവൾ സോഫയ്ക്കരികിലെത്തിയപ്പോൾ അവിടെ കുറേ പേര് ഉണ്ടെന്ന തോന്നലിൽ ഭയത്തോടെ കണ്ണുകൾ ഉയർത്തി നോക്കി. പേടി നിറഞ്ഞ ഭാവത്തോടെ എല്ലാവരെയും നോക്കുന്നവൾക്ക് ഒരു വേള അവിടെ കിരണിനെ കാണെ അല്പം ആശ്വാസം തോന്നി. പേടി കലർന്ന സ്നേഹത്തോടെ മൈഥിലി കിരണിനെ നോക്കി. അതുവരെ മൈഥിലിയെ നോക്കി നിന്ന കിരൺ അവളുടെ കണ്ണിലെ സ്നേഹഭാവം നിറയുന്നത് കണ്ട് മിഴികൾ അവളിൽ നിന്നും പറിച്ചു മാറ്റി. മൈഥിലി ഇരിക്ക്. ഒഴിഞ്ഞു കിടക്കുന്ന 1 സീറ്റർ സോഫ ചൂണ്ടി പറഞ്ഞുകൊണ്ട് മനു അവിടെയുള്ള ചെയറിലിരുന്നു. ഒന്ന് മൂളിക്കൊണ്ട് സോഫയിലിരിക്കുമ്പോഴും അവളുടെ ഭയം മാറിയിട്ടില്ല. 4 പുരുഷന്മാരുടെ കൂടെ അറിയാത്തൊരു ഫ്ലാറ്റിൽ അവളിൽ പേടി നിറഞ്ഞു. കൂടെ പഠിക്കുന്നവരാണ്, പരസ്പരം അറിയാം, അതിലൊരാൾ തൻ്റെ പ്രാണനുമാണ്. എന്നിരുന്നാലും വല്ലാതൊരു ഭയം അവളിൽ നിറഞ്ഞുകൊണ്ടിരുന്നു. അല്ലെങ്കിലും ഇപ്പോൾ 2 ദിവസമായി ഉള്ളിൽ ഒരൊറ്റ വികാരം മാത്രമേ ഉള്ളൂ, ഭയം. അയാളുടെ ചുവന്ന കണ്ണുകളും വിഷം തുപ്പുന്ന ശബ്ദവുമാണ് ഇപ്പോൾ കണ്ണിനെയും കാതിനെയും നിയന്ത്രിക്കുന്നത്. ഇനി ഇവരൊക്കെ അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണോ അതോ പരസ്പരം ശത്രുക്കളോ? എന്തിനായിരിക്കും ഇവർ അയാളുടെ പുറകെ? ആ ആളെക്കുറിച്ച് ഓർക്കവേ മൈഥിലി വിറച്ചുപോയി. എടുത്തുചാട്ടമായിപ്പോയോ ഈ വരവ് പോലും? കണ്ണുകൾ ഭയത്താൽ ചുറ്റുമുഴറി. മൈഥിലിയെ തന്നെ നോക്കി നിൽക്കുന്നവർക്ക് അവളുടെ അപ്പോഴത്തെ പേടിയും വിറയലും കണ്ട് സഹതാപം തോന്നി. കിരൺ തൻ്റെ കണ്ണുകൾ അടച്ചു മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. ഹേയ് മൈഥിലി, ഇങ്ങനെ പേടിക്കാതെ. ഞങ്ങളെയൊക്കെ തനിക്കറിയില്ലേ? ഇയാളെ ഞങ്ങളൊന്നും ചെയ്യില്ല. താനൊന്ന് റിലാക്സായേ. ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഞങ്ങൾ തന്നെ ഒന്നും ചെയ്യില്ലടോ. മനു അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. ആടോ, തനിക്ക് ഞങ്ങളെ അറിയില്ലേ, പിന്നെ എന്തിനാണ് ഈ പേടി? പിന്നെ ഒന്നുമില്ലല്ലോ. എന്തേ ഇവനില്ലേ ഇവിടെ? നിനക്കിവനെ വിശ്വാസമില്ലേ? കിരണിനെ ചൂണ്ടി ആൽഫി മൈഥിലിയെ നോക്കി. മൈഥിലി പതുക്കെ തലയുയർത്തി കിരണിനെ നോക്കി. അവൻ്റെ നോട്ടം മറ്റെവിടോ ആണ്, പക്ഷേ മുഖമാകെ വലിഞ്ഞു മുറുകിയിട്ടുണ്ട്. അവളുടെ കണ്ണുകൾ മനുവിലേക്ക് നീങ്ങി. ഇവിടെ വേറെ ആരുമില്ലേ? ഈ പെണ്ണുങ്ങൾ? വെപ്രാളത്തോടെ മനുവിനെ നോക്കി പതുക്കെ ചോദിച്ചവൾ. മനു മനോഹരമായൊരു ചിരി അവൾക്ക് തിരിച്ചു നൽകി. ഓ, അതാണോ തൻ്റെ ഭയം? എങ്കിൽ പേടിക്കണ്ട കേട്ടോ. ഇവിടെ ഞങ്ങൾ മാത്രമല്ല, എൻ്റെ വൈഫ് കൂടെ ഉണ്ട്. ആൾ കിച്ചണിലാണ്. സച്ചു, ഒന്നിങ്ങ് വാ. ദാ ഇവളാകെ പേടിച്ചിരിക്കുക. മനു ചിരിയോടെ മൈഥിലിയെ നോക്കി തിരിഞ്ഞ് കിച്ചണിലേക്ക് നോക്കി വിളിച്ചു. വൈഫ് എന്ന് കേൾക്കെ അതിശയഭാവത്തിൽ മൈഥിലിയുടെ കണ്ണുകളും മനുവിൻ്റെ കണ്ണുകൾക്ക് പിറകെ കിച്ചണിലേക്ക് നോക്കി. അഭി വിവാഹിതനാണെന്ന് അവൾക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആളെ കാണാൻ അവൾക്കും ആകാംക്ഷയേറെയാണ്. കിച്ചണിൽ നിന്നും ഒരു ട്രേയിൽ 6 ഗ്ലാസുകളിൽ ജ്യൂസുമായി കടന്നു വരുന്നവളെ കാണെ മൈഥിലിയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ഞെട്ടലോടെ അവൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. സൗപർണിക മിസ് എന്താ ഇവിടെ? അതിശയം കലർന്ന ശബ്ദത്തിൽ മൈഥിലി ചോദിക്കെ സച്ചു അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ട്രേ ടീ ടേബിളിൽ വെച്ച് ഒരു ഗ്ലാസ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ജ്യൂസ് കയ്യിൽ വാങ്ങുമ്പോഴും മൈഥിലിയുടെ കണ്ണുകൾ അതിശയത്തിൽ മിഴിച്ചു തന്നെ നിന്നു.
ഇതെൻ്റെ വീടാണ് മൈഥിലി, മനുവേട്ടൻ എൻ്റെ ഭർത്താവും. ചിരിയോടെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്കും ഗ്ലാസ് എടുത്തു കൊടുത്ത ശേഷം മനുവിൻ്റെ അരികിലുള്ള ചെയറിൽ ഇരുന്നു സച്ചു. മൈഥിലി അതിശയം വിട്ടുമാറാതെ എന്നാൽ ഉള്ളിൽ നിറഞ്ഞു നിന്ന വലിയൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയ സമാധാനത്തിൽ ജ്യൂസ് സിപ്പ് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നു. എന്തിനാണ് അഭിയും കൂട്ടരും അയാൾക്ക് പിറകെ എന്നതിന് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുന്നു. അവൾക്ക് മനസ്സിലായി, അയാളുടെ ലക്ഷ്യം സൗപർണിക മിസ് ആയതുകൊണ്ട് തന്നെയാണ് അയാളുടെ പുറകെ ഇവരുമെന്ന്. മൈഥിലിയുടെ കണ്ണുകൾ മനുവിലും സച്ചുവിലും തറഞ്ഞു നിന്നു. കൺമുന്നിൽ ഏറ്റവും കുളിർമയുള്ള ദൃശ്യമായി അവൾക്ക് അവരെ തോന്നി. ഇതൊക്കെ എപ്പോൾ? ഞങ്ങൾ ആരും ഒന്നും അറിഞ്ഞില്ലാലോ, ആരും ഒന്നും പറഞ്ഞില്ല. അതിശയത്തോടൊപ്പം അല്പം പരിഭവം കൂടി കലർന്നിരുന്നു മൈഥിലിയുടെ വാക്കുകളിൽ. മനു ഒന്ന് പുഞ്ചിരിച്ചു, കൂടെ സച്ചുവും. ഞങ്ങളുടെ കല്യാണക്കഥയൊക്കെ പിന്നെ സമയം പോലെ പറഞ്ഞു തരാം, ആദ്യം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മനു മൈഥിലിയോട് പറയുമ്പോൾ കാര്യങ്ങൾ അറിയാനുള്ള വ്യഗ്രത ആ സമയം എല്ലാവരിലും നിറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ കോളേജ് സെക്യൂരിറ്റി ശിവൻ ചേട്ടനോട് പറഞ്ഞ് സച്ചുവിന് അന്ന് അപകടം സംഭവിച്ച ദിവസത്തെ കോളേജ് CCTV ഫുട്ടേജ് എടുത്തിരുന്നു. അതിലൊരു വീഡിയോയിൽ ഞങ്ങൾക്ക് ചില അസ്വാഭാവികത തോന്നി. വൈകുന്നേരം വരെ അന്ന് മൈഥിലി ഗേൾസ് റൂമിലായിരുന്നില്ലേ? അന്ന് എല്ലാവരും പോയി കഴിഞ്ഞ് ഒത്തിരി സമയം കഴിഞ്ഞല്ലേ താൻ പോയത്? വല്ലാതെ ഭയപ്പെട്ടതുപോലെ താൻ പതുങ്ങി അവിടെ നിന്ന് പോകുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഗേൾസ് റൂമിന് പുറകിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു പുരുഷ രൂപവും. അയാൾ അവിടെ ആരെയോ ഫോൺ ചെയ്ത് നിൽക്കുവാണ്. സച്ചുവിന് സംഭവിച്ച അപകടവുമായി അതിന് വല്ല ബന്ധമുണ്ടോ? മനു മൈഥിലിയുടെ ഉത്തരത്തിനായി നോക്കി. മൈഥിലിയുടെ ഉള്ളിൽ അന്നത്തെ വൈകുന്നേരം കടന്നു വന്നു. കിരണിനോട് തൻ്റെ ഇഷ്ടം തുറന്ന് വെളിപ്പെടുത്തിയിട്ടും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധം അവൻ നിഷ്കരുണം അവളെ റിജക്റ്റ് ചെയ്തതും അവൻ്റെ ഉള്ളിലെ പ്രണയത്തിന് വേറൊരു അവകാശിയുണ്ടെന്നറിഞ്ഞതും സങ്കടം ഉള്ളിലൊതുക്കാനാവാതെ കരഞ്ഞു തീർക്കാനായി ഗേൾസ് റൂമിലേക്ക് പോയതും അങ്ങനെ ഓരോന്നും ഒരു തിരമാല പോലെ ഉള്ളിൽ പതഞ്ഞു പൊങ്ങി. അവസാനം അവിടെ കണ്ടതും കേട്ടതും ഒന്നുകൂടി ഓർത്തപ്പോൾ മൈഥിലി അടിമുടി വിറച്ചു. ഭയത്തോടെ അവൾ തലചലിപ്പിച്ചു. നവീൻ അവൻ്റേത് അപകട മരണമല്ല, കൊലപാതകമാണ്. അയാളാണ് അവനെ കൊന്നത്. മൈഥിലി പേടി നിറഞ്ഞ വാക്കുകളോടെ കലങ്ങിയ കണ്ണുകൾ ഉയർത്തി എല്ലാവരെയും നോക്കി. കിരണിൻ്റെ കണ്ണിൽ ആ നിമിഷം ചുവപ്പ് പടർന്നു. ഉള്ളിലെ ഭാവത്തെ പുറത്തേക്ക് വരാത്ത വിധം ആ ചുവപ്പ് അവൻ മറ്റുള്ളവരിൽ നിന്നും മറച്ചു പിടിച്ചു. അന്ന് കിച്ചേട്ടൻ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ സങ്കടത്തിൽ ഞാൻ ക്ലാസ് റൂമിലേക്ക് തിരിച്ചു പോയിരുന്നില്ല. സങ്കടവും കരച്ചിലും അടക്കാനാവാത്തത് കൊണ്ട് തന്നെ ഞാൻ ഗേൾസ് റൂമിലേക്ക് പോയിരുന്നു. കരഞ്ഞ് എപ്പോഴോ തളർന്നുറങ്ങിപ്പോയ ഞാൻ എന്തോ തട്ടി വീഴുന്ന ശബ്ദം കേട്ടാണ് ഞെട്ടി ഉണർന്നത്. സമയം നോക്കിയപ്പോൾ കോളേജ് ടൈമൊക്കെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അല്പം ഭയത്തോടെ ശബ്ദം കേട്ട ഭാഗത്ത് നോക്കിയപ്പോൾ അവിടെ ഒരാൾ ആരോട് ഫോണിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതാണ് കണ്ടത്. കൂടുതൽ കാതോർത്തപ്പോൾ പറയുന്നതൊക്കെ വ്യക്തമായി കേൾക്കാൻ തുടങ്ങി. സൗപർണിക മിസ്സിനെ കുറിച്ചും നവീനെക്കുറിച്ചും ഒക്കെയാണ് അയാൾ സംസാരിച്ചത്. നവീനെ അയാൾ കൊന്നതാണ്. ആരോടോ അയാളത് വിളിച്ചു പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടു. സൗപർണിക മിസ്സിനെ അന്ന് അപകടപ്പെടുത്താൻ ശ്രമിച്ചത് നവീനാണെന്നും നവീൻ ആ രാത്രിക്കപ്പുറം ജീവനോടെ ഉണ്ടാവരുതെന്നും ആരോടോ ഫോണിൽ പറയുന്നുണ്ടായിരുന്നു. എല്ലാം കേട്ടപ്പോൾ ഞാൻ ഭയന്നു. അതിലേറെ ഭയന്നത് അത് ആരാണെന്ന് കണ്ടപ്പോഴാണ്. പിന്നെ അവിടെ നിൽക്കാൻ എനിക്ക് ഭയം തോന്നി. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയോടി. അയാൾ എന്നെ കണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. അഥവാ അയാൾ എന്നെ കണ്ടെങ്കിൽ അയാൾ എന്നെയോ. ഭയം നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് ഇരു കൈകളാൽ മുഖം പൊത്തിക്കരഞ്ഞു മൈഥിലി. അത്രയേറെ അവൾ ആ ഓർമ്മയിൽ ഭയന്നിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മുഖവും അയാളിലെ പൈശാചികതയും അവളെ തളർത്തി. വിറകൊള്ളുന്ന മൈഥിലിയെ കാണെ എല്ലാവരിലും സങ്കടം നിറഞ്ഞു. കിരണിൻ്റെ നെഞ്ചിലും എന്തോ ഒരു നോവ് നിറഞ്ഞു. സച്ചു വേഗം തന്നെ എഴുന്നേറ്റ് മൈഥിലിയുടെ അടുത്തേക്കിരുന്ന് തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ഏറെ നേരം കഴിഞ്ഞതോടെ അവളുടെ കരച്ചിൽ ചീളുകൾ വിതുമ്പലിലേക്ക് വഴിമാറി. ഹേയ് മൈഥിലി, പേടിക്കാതെ, ദാ ഞങ്ങളൊക്കെ കൂടെ തന്നെ ഇല്ലേ? നിനക്കൊന്നും സംഭവിക്കില്ല, അതിന് ഞങ്ങൾ അനുവദിക്കില്ല. മോള് പറ, അതാരാണെന്ന് പറ. അയാളുടെ മുഖം മൂടി നമുക്ക് വലിച്ചു കീറണ്ടേ? അയാൾ ചെയ്ത കുറ്റകൃത്യങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരണ്ടേ? നമ്മുടെ കോളേജിൽ ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നതും അയാളാണ്. നമ്മുടെ കൂടെയുള്ളവരെ അതിൽ നിന്നും മുക്തരാക്കണ്ടേ മോളെ?
അതിന് അയാൾക്കെതിരെയുള്ള തെളിവുകളൊക്കെ ശേഖരിച്ച് നിയമത്തിന് മുന്നിൽ നമ്മൾ കൊണ്ടുവരണം. അതിന് മോള് ഞങ്ങളെ സഹായിക്കണം. ആൾ ആരാണെന്ന് മൈഥിലി മാത്രമേ കണ്ടിട്ടുള്ളൂ. അതാരാണെന്ന് പേടിക്കാതെ ഞങ്ങളോട് പറ, ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ. മൈഥിലിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി തിരുക്കി സച്ചു. മൈഥിലി മുഖത്തെ കൈ നീക്കി കലങ്ങിയ കണ്ണുകളോടെ എല്ലാവരെയും നോക്കി. അവസാനം ആ മിഴികൾ ചുവന്ന് വിങ്ങിയ കിരണിൻ്റെ മിഴികളിൽ തങ്ങി നിന്നു. കിരൺ അതേ നിമിഷം തന്നെ തൻ്റെ മിഴികൾ അവളിൽ നിന്നും പറിച്ചു മാറ്റി. അപ്പോഴേക്കും മിഥുനും ആൽഫിയും മൈഥിലിയുടെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. മനു മൈഥിലിക്ക് തൊട്ടടുത്തുള്ള സച്ചുവിൻ്റെ അരികിലും. മൂവരും ആശ്വാസവാക്കുകളാലും ചേർത്ത് പിടിച്ചും അവൾക്ക് ഉറപ്പേകിയും മൈഥിലിക്കുള്ളിലെ ഭയം കുറക്കാൻ ശ്രമിച്ചു. മരണത്തെ അവൾ അത്രയേറെ ഭയന്നിരുന്നു. അവളെ അയാൾ കണ്ടിട്ടുണ്ടാകുമോ എന്നുള്ള ഭയം ഉണ്ടെങ്കിലും അടുത്തത് അവളുടെ ജീവനാകും അയാൾ എടുക്കുക എന്ന പേടി എല്ലാം അവളെ വല്ലാതെ തളർത്തി. എല്ലാവരുടെയും ആശ്വാസവാക്കുകളിൽ ഉള്ളിൽ നിറഞ്ഞ പേടിയിലും ആട്ടിൻ തോലിട്ട ആ ചെന്നായുടെ യഥാർത്ഥ മുഖം അവൾ പറഞ്ഞുകൊടുത്തു. പക്ഷേ ആ പേര് കേട്ട എല്ലാവരും ഒരു നിമിഷം ഞെട്ടൽ കലർന്ന ഭാവത്തിൽ മൈഥിലിയെ നോക്കുമ്പോൾ പ്രതീക്ഷിച്ച ഉത്തരം കിട്ടിയ ഭാവത്തിലാണ് മനു. കുറച്ചു ദിവസങ്ങളായുള്ള അവൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവൻ്റെ ഉള്ളിൽ സംശയം തോന്നിയവരിൽ ഏറ്റവും മുൻപന്തിയിലുള്ള പേര് തന്നെയാണ് മൈഥിലി പറഞ്ഞത്. മൈഥിലി, ആർ യു ഷുവർ? നിനക്ക് ചിലപ്പോൾ ആള് മാറിപ്പോയതാണോയിരിക്കുമോ? ആൽഫി സംശയത്തോടെ മൈഥിലിയെ നോക്കി. മൈഥിലി അല്ലെന്ന് തലചലിപ്പിച്ചു. ഞാൻ വ്യക്തമായി ആ മുഖം കണ്ടതാണ് ആൽഫി. എനിക്ക് ആൾ മാറിയിട്ടില്ല. അയാളൊരു ക്രൂരനാണ്. അന്ന് അയാളുടെ ഭാവവും സംസാരവും ഒക്കെ പൈശാചികമായിരുന്നു. എനിക്കിനി അയാളെ കാണുന്നത് പോലും ഭയമാണ് ആൽഫി. അയാൾ ചിലപ്പോൾ എന്നെയും ഇല്ലാതാക്കിയെന്ന് വരും. എനിക്ക് ജീവിക്കണം ആൽഫി, പേടിയാകുന്നു എനിക്ക്. മൈഥിലി ഭയമുറ്റിയ കണ്ണുകളാൽ പറഞ്ഞു നിർത്തുമ്പോൾ കിരണിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞു. അവൻ്റെ ചെന്നിയിലെ ഞരമ്പുകൾ പിടഞ്ഞു. കൈയിലെ ഞരമ്പുകൾ എടുത്തു പൊങ്ങി. സമ്മർദ്ദം കുറയ്ക്കാൻ വിരൽ ഉയർത്തി നെറ്റിയിൽ അമർത്തി തടവി കിരൺ. മൈഥിലി, കിരൺ ഗൗരവമുറ്റ ഭാവത്തോടെ വിളിച്ചുകൊണ്ട് അവളെ നോക്കി. ആ വിളിയിൽ പകച്ചുകൊണ്ട് മൈഥിലി അവനെയും നോക്കി. അത്രയും ഗാംഭീര്യം നിറഞ്ഞിരുന്നു ആ ശബ്ദത്തിൽ. താൻ ഇന്ന് തന്നെ തൻ്റെ ചേട്ടന്മാരുടെ അടുത്തേക്ക് പോകണം. അവർ ഹൈദരാബാദല്ലേ. ഇനി ഈ പ്രശ്നമൊക്കെ അടങ്ങും വരെ അവിടെ നിന്നാൽ മതി. ഇനിയുള്ള 2 മാസം പ്രൊജക്റ്റ് വർക്കല്ലേ, അത് അവിടെ തന്നെ അവരുടെ കമ്പനിയിൽ ചെയ്തോളൂ. സച്ചു അല്ലേ തൻ്റെ ഗൈഡ്? അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോസസ്സും അവൾ ഹാൻഡിൽ ചെയ്തോളും. ഞാൻ ഇന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഒറ്റ ശ്വാസത്തിൽ ഭാവഭേദമൊന്നുമില്ലാതെ പറഞ്ഞുകൊണ്ട് കിരൺ ഫോണെടുത്ത് വേഗത്തിൽ ബാൽക്കണിയിലേക്ക് പോയി. അവൻ്റെ വർത്തമാനത്തിൽ എല്ലാവരും അതിശയപ്പെട്ട് പരസ്പരം നോക്കി. അവൻ എന്തൊക്കെയാടാ പറഞ്ഞിട്ട് പോയേ? ആൽഫി കിളി പോയ പോലെ മിഥുനെ നോക്കി. ആ, വെടിയും പുകയും പോലെ എന്തോ പറഞ്ഞു ഒറ്റ പോക്ക് പോയതല്ലേ. നീ പോയി ശരിക്കൊന്ന് ചോദിച്ചു നോക്ക്. അന്തം വിട്ടു നിൽക്കുന്ന ആൽഫിയെ നോക്കി പറഞ്ഞ നിമിഷം തന്നെയാണ് മൈഥിലിയുടെ ഫോൺ റിങ് ചെയ്തത്. കുഞ്ഞേട്ടൻ പറഞ്ഞുകൊണ്ട് മൈഥിലി കോൾ അറ്റൻഡ് ചെയ്യുന്നതും മൂളലാൽ ഉത്തരം കൊടുക്കുന്നതും എല്ലാവരും നോക്കിയിരുന്നു. ഇടയ്ക്ക് അവൾ കരയുന്നുമുണ്ട്. അപ്പോഴും സച്ചുവിൻ്റെ കൈകൾ മൈഥിലിയിൽ ഒരു ആവരണം പോലെ ചുറ്റിയിട്ടുണ്ട്. വിരൽ ആശ്വസിപ്പിക്കാൻ എന്നോണം തഴുകുന്നുമുണ്ട്. മൈഥിലിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചുറ്റും നോക്കിയ സച്ചു കാണുന്നത് അവരെ നോക്കിയിരിക്കുന്ന മനുവിനെയാണ്. സച്ചുവിൻ്റെ ഉള്ളിൽ കള്ളച്ചിരി വിരിഞ്ഞു. അവരെ തന്നെ ഉറ്റുനോക്കുന്ന മനുവിനെ സച്ചു കണ്ണു ചുരുക്കി നോക്കി. ഉള്ളിലെ കുറുമ്പ് അടക്കി പിടിച്ച് ഗൗരവത്തോടെ നോക്കുന്നവളെ കാണെ ആദ്യം സംശയിച്ചെങ്കിലും പതുക്കെ കാര്യം കത്തിയ മനു, ഹേയ്, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചില്ലേ എന്ന ഭാവത്തിൽ കണ്ണുകൾ വെട്ടിച്ചു. മൈഥിലി കോൾ കട്ട് ചെയ്ത നിമിഷം തന്നെയാണ് കിരൺ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. മൈഥിലി, നാളെ നിന്നെ പിക്ക് ചെയ്യാൻ മോഹിത് വരും. അവൻ്റെ കൂടെ പോയാൽ മതി. ഇന്നിവിടെ താമസിച്ചോളൂ. 2 ആളുടെയും ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് കിരൺ തൻ്റെ ചേട്ടൻ്റെ പേര് പറയുമ്പോൾ മൈഥിലി ഞെട്ടൽ കലർന്ന ഭാവത്തിൽ അവനെ നോക്കി. ബാക്കിയുള്ളവരും പൊട്ടനാട്ടം കാണും പോലെ തന്നെ. കുഞ്ഞേട്ടനെ അറിയോ? അതിശയം കലർന്നിരുന്നു ആ ചോദ്യത്തിൽ. അവൻ എൻ്റെ ഫ്രണ്ടാണ്. മോഹിത് ഇപ്പോൾ തന്നെ നിന്നെ വിളിക്കും. ഇപ്പോൾ വിളിച്ചു. കുഞ്ഞേട്ടനും ഇത് തന്നെയാണ് പറഞ്ഞ്. പക്ഷേ ഞാൻ ഇവിടെ അത് ശരിയാവില്ല. ഞാൻ ഹോസ്റ്റലിൽ നിന്നോളാം. എല്ലാവരെയും അറിയാമെങ്കിലും ആരുമായും വലിയ അടുപ്പമില്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. മോഹിത് വരുന്നവരെ ഞാനും ഇവിടെ കാണും. സച്ചു,
മൈഥിലി നിൻ്റെ കൂടെ കൊണ്ടുപോ. ഗൗരവത്തോടെ അതിലേറെ ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് കിരൺ സോഫയിലിരുന്നു. എന്നിട്ടും എഴുന്നേൽക്കാൻ കൂട്ടാക്കാത്തവളെ മനുവും സച്ചുവും കൂടി സംസാരിച്ച് കംഫർട്ടാക്കി. മൈഥിലിയെ അവിടെ തനിച്ചിരിക്കാൻ സമ്മതിക്കാതെ സച്ചു അവളുടെ കൂടെ കിച്ചണിലേക്ക് അവളെ കൂട്ടി. ഇനി ആ ഏറങ്ങ് വിട്. കിരണിൻ്റെ ഷോൾഡറിലോട് തട്ട് വെച്ച് കൊടുത്തു മിഥുൻ. എന്തോന്ന്? കിരൺ അത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ ചെറഞ്ഞങ്ങ് നോക്കി. ഇഷ്ടമല്ല, സ്നേഹിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ എന്താ ഒരു കെയറായിട്ടായിക്ക്? ആൽഫി പൊട്ടി വന്ന ചിരിയോടെ കിരണിനെ നോക്കിക്കൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു. ഹോപ്പ്, ഒന്ന് നിർത്തുന്നുണ്ടോ ആൽഫി? എനിക്ക് ഈ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞതല്ലേ. വീണ്ടും വീണ്ടും അത് വേണ്ട. മോഹിത് എൻ്റെ ഫ്രണ്ടാണ്. അബിയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതിന് മുൻപ് ഞാനും മോഹിത്തും ഒരുമിച്ചാണ് ഒരു 6 മാസം ഹൈദരാബാദിൽ വർക്ക് ചെയ്തത്. അവൻ്റെ സിസ്റ്ററാണ് മൈഥിലി. ആ ഒരു കൺസിഡറേഷൻ, അത് മാത്രമേ ഉള്ളൂ. കിരൺ അതീവ ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കി പറഞ്ഞു. ഓക്കെ അത് വിട്. നെക്സ്റ്റ് പ്ലാൻ എന്താ? ആ ഡാഷ് മോനെ ഇനി എന്ത് ചെയ്യാനാണ് പ്ലാന്? പോലീസിൽ അറിയിക്കാൻ മാത്രം തെളിവൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. മിഥുൻ കിരണിൻ്റെ ഭാവം കാണെ ആ വിഷയം അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ശത്രുവിലേക്കുള്ള അടുത്ത നീക്കത്തെക്കുറിച്ച് ചോദിച്ചു. അതോടെ അതുവരെയുള്ള ശാന്തഭാവമൊക്കെ എല്ലാവരും വെടിഞ്ഞു. ഓൾറെഡി ഒരു കേസ് ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ടല്ലോ. കോളേജിലെ ഡ്രഗ് സോഴ്സ് കണ്ടുപിടിക്കാൻ പ്രിൻസി ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ട തെളിവുകൾ നമ്മൾ ആദ്യം കണ്ടെത്തി കൊടുക്കണം. കൂടാതെ നവീനിൻ്റെ പാരൻസിനെ കൊണ്ട് അവൻ്റെ മരണത്തിലെ അസ്വാഭാവികത ചൂണ്ടിക്കാട്ടി ഒരു കേസും. പോലീസ് അതൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോഴേക്കും തെളിവുകൾ നമ്മൾ തന്നെ കണ്ടെത്തേണ്ടി വരും. കാരണം ഒരിക്കലും തെളിവുകൾ മുൻപിലില്ലാതെ നമുക്ക് അയാളെ സമൂഹത്തിന് മുൻപിൽ ചൂണ്ടിക്കാട്ടാൻ സാധിക്കില്ല. അയാളുടെ പുറകെ ഉണ്ടാവണം. ഇനി നമ്മൾ മാക്സിമം വേഗത്തിൽ അയാളെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും ശേഖരിക്കണം. പിന്നെ വേണമെങ്കിൽ മൈഥിലിയുടെ മൊഴി ഒരു തെളിവായി ഉപയോഗിക്കാം. പക്ഷേ ആദ്യം തന്നെ അത് വെളിപ്പെട്ടാൽ അവളുടെ ജീവൻ ആപത്താകും. അതുകൊണ്ട് അയാളെ കൊടുക്കാനുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം വേണമെങ്കിൽ മാത്രം നമുക്ക് മൈഥിലിയെ വെളിച്ചത്ത് കൊണ്ടുവരാം. അതിൻ്റെ ആദ്യപടിയായി നമുക്കിപ്പോൾ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. മനു എഴുന്നേറ്റുകൊണ്ട് പറയുമ്പോൾ 3 പേരും അതെങ്ങോട്ടേക്കാണെന്നും എന്തിനാണെന്നുമൊക്കെ ചോദിച്ചുകൊണ്ട് അവന് പുറകെ നടന്നു. പോകുമ്പോൾ സച്ചുവിനോട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും തൽക്കാലം മൈഥിലിയെ അറിയിക്കേണ്ടെന്നും അവളോട് പറഞ്ഞു അവർ. തുടരും. അപ്പോൾ നമ്മൾ വില്ലനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആര് വേണമെങ്കിലും വില്ലനാവാം. ഇപ്പം നല്ലവനായി കാണുന്ന ആര് വേണമെങ്കിലും വില്ലനാവാം. ഇപ്പോൾ ഞാൻ പറഞ്ഞവനായിരിക്കില്ല ചിലപ്പോൾ നെക്സ്റ്റ് വില്ലൻ. അതുകൊണ്ട് ആലോചിച്ച് കണ്ടുപിടിക്കട്ടോ ആരാണ് വില്ലനെന്ന്. അടുത്ത പാട്ടുമായി നാളെ ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.